നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സെയിൽസ്മാൻ ജോലിയിൽ നിന്ന് ലഹരിക്കടത്തിലേക്ക് വഴിമാറിയ വയനാട് സ്വദേശി കോടന്നൂരിൽ ഹാഷിഷ് ഓയിലുമായി പിടിയിൽ. തൃപ്രയാർ ക്ഷേത്രനഗരിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം. നാട്ടിക MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായകമായ തീരുമാനം. പെരിഞ്ഞനം കുറ്റംകുളത്തെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. മണപ്പുറം ചികിത്സാ സഹായ പദ്ധതിയുടെ ഭാഗമായി 200ഓളം ഗുണഭോക്താക്കൾക്ക് കൈത്താങ്ങായി മണപ്പുറം ഫൗണ്ടേഷൻ. വാർത്തകൾ വിശദമായി. സെയിൽസ്മാൻ ജോലിയിൽ നിന്ന് ലഹരിക്കടത്തിലേക്ക് വഴിമാറിയ വയനാട് സ്വദേശി കോടന്നൂരിൽ ഹാഷിഷ് ഓയിലുമായി പിടിയിൽ. വയനാട് നെടുമ്പാല ഉപ്പുപാറ സ്വദേശി തട്ടാരത്ത് വീട്ടിൽ ജിത്തുവാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. പ്രതി പിടിയിലായത് പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനിലൂടെ. ലഹരി സംഘങ്ങൾക്ക് എതിരെയുള്ള തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള മിന്നൽ പരിശോധനയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 1/2 കിലോയോളം വരുന്ന ഹാഷിഷ് ഓയിൽ പോലീസ് പിടിച്ചെടുത്തു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് കോടന്നൂരിൽ പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി V. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരമാണ് മിന്നൽ പരിശോധനയ്ക്ക് കാരണമായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃപ്രയാർ ക്ഷേത്രനഗരിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം. നാട്ടിക MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായകമായ തീരുമാനങ്ങൾ. നാട്ടിക തൃപ്പയാർ മേഖലയിൽ വൻ ട്രാഫിക് പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായാണ് നാട്ടിക പഞ്ചായത്ത് ഹാളിൽ അടിയന്തര യോഗം ചേർന്നത്. നാട്ടിക നിയോജക മണ്ഡലം MLA ഗീതാ ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വലപ്പാട് CI, DYSP, ജോയിന്റ് RTO, MVD, തൃപ്പയാറിലെ മാധ്യമ പ്രവർത്തകർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രാഫിക് റെഗുലേറ്ററി തീരുമാനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപ്പിലാക്കും. ബസ്സുകൾ തൃപ്പയാറിലെ ഫ്ലൈ ഓവറിനടിയിലൂടെ സ്റ്റാൻഡിൽ വന്ന് യാത്രക്കാരെ ഇറക്കി പോകണമെന്നും ടെമ്പിൾ റോഡിലൂടെ ഹൈവേയിൽ നിന്നും വരുന്ന ബസ്സുകൾ ടെമ്പിൾ റോഡിലൂടെ തിരിച്ച് തൃപ്പയാർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ലെന്നും ഓവർബ്രിഡ്ജിന് താഴെ വെള്ളക്കെട്ടിന് കാരണമാകുന്ന കാനയുടെ പണി ഉടൻ തന്നെ പൂർത്തിയാക്കി വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന് MLA ഗീതാ ഗോപി ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നിർദ്ദേശം നൽകി. ട്രാഫിക് നിയന്ത്രിക്കുന്നതിനായി വലപ്പാട് CIയുടെ സാന്നിധ്യത്തിലായിരിക്കും നിർമ്മാണ പ്രവർത്തികൾ നടക്കുക. നാട്ടിക സെൻട്രൽ കാൽനട യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായി നാട്ടിക സെൻട്രൽ ഫുട് ഓവർബ്രിഡ്ജ് 1 മാസത്തിനുള്ളിൽ ലാൻഡ് എക്സിസ്വേഡ് നടപടി പൂർത്തീകരിച്ച് നടപ്പിലാക്കുമെന്നും നാട്ടിക നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി അറിയിച്ചു. ഹൃദയഭാഗത്തെ ക്ഷേത്രനഗരിയുടെ ട്രാഫിക് വിഷയവുമായി ബന്ധപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം ഇന്ന് നമ്മൾ ഉന്നതതല യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട DYSP, സർക്കിൾ ഇൻസ്പെക്ടർ, ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, MVD, ജോയിന്റ് RTO, മാധ്യമപ്രവർത്തകർ, ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഉന്നതതല തീരുമാനമെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രവൃത്തിയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പ്രധാനമായും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടുത്തെ ട്രാഫിക് പ്രോബ്ലം പരിഹരിക്കപ്പെടാൻ സർക്കിൾ ഇൻസ്പെക്ടർ DYSPയുടെ നേതൃത്വത്തിലുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി നമ്മുടെ ഓവർബ്രിഡ്ജിന് താഴെയുള്ള വെള്ളക്കെട്ടും അവിടുത്തെ ട്രാഫിക് പ്രോബ്ലം പരിഹരിക്കാൻ ഇന്ന് നമ്മൾ എടുത്ത തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. കൂടാതെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വലിയൊരു തീരുമാനം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വലപ്പാട് നമുക്കൊരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ലാൻഡ് എക്വിസിഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഫുട് ഓവർ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. പെരിഞ്ഞനം കുറ്റംകുളത്തെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൊറ്റംകുളം പടിഞ്ഞാറ് അന്തിക്കാട് വീട്ടിൽ അഭിജിത്തിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് 6 അടി നീളമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടിയത്. പടിയൂർ വീട്ടുകാർ അടയച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂലുമുട്ട സ്വദേശി അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. മൂർഖൻ പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും.
തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് വർഷം തോറും നൽകി വരാറുള്ള VT ഹൈദ്രോസ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് വിതരണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് MS സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഭാസ്കരൻ, വാർഡ് മെമ്പർ ബാബു VV, സ്കൂൾ പ്രധാന അധ്യാപിക അഫ്സത്ത്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആശ, VHSE പ്രിൻസിപ്പൽ ഷീച്ചി, വേണുഗോപാൽ, ചേർക്കര എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ കാലത്ത് നിങ്ങൾ കൂട്ടുകൂടുന്നത് പോലെ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ മികച്ച രീതിയിൽ കൂട്ടുകൂടുന്ന നല്ല കൂട്ടുകാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം എന്താ, അന്ന് കൂട്ടുകൂടുന്നതാണ് ഏറ്റവും നല്ല സൗഹൃദം. മൊബൈലിലൂടെ ചാറ്റ് ചെയ്ത് ഹായ് സുഖമല്ലേ നിനക്ക് അല്ലെ, ആ പറയുന്നതല്ല സൗഹൃദം എന്ന് പറയുന്നത്. അന്ന് നടന്ന് സ്കൂളുകളിലും മാവിൻചോട്ടുകളിലും എല്ലായിടത്തും പോയി കളിച്ച് ഏറ്റവും മികച്ച രീതിയിൽ വളർന്നു വരുന്ന മക്കളാണ് അന്ന് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് സൗഹൃദത്തിന് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, ബലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് ഇത്തിരി കുറവാണ്. പക്ഷെ കുട്ടികളിൽ അതില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താ, അത് കോവിഡ് കാലത്തും പ്രളയ സമയത്തും നമ്മൾ മക്കളുടെ കൂട്ടായ്മ നമ്മൾ കണ്ടു. ചെറുപ്പക്കാര് മൊബൈലിൽ കൊണ്ടിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ആ കുട്ടികളാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിച്ചത് എന്നുകൂടി നമുക്ക് കാണാം. മണപ്പുറം ചികിത്സാ സഹായ പദ്ധതിയുടെ ഭാഗമായി 200ഓളം ഗുണഭോക്താക്കൾക്ക് കൈത്താങ്ങായി മണപ്പുറം ഫൗണ്ടേഷൻ. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക സംസ്കാര കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ കൈപ്പമംഗലം MLA KK വത്സരാജ് ചികിത്സാ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് സ്വാഗതം ആശംസിച്ചു. മലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, മണപ്പുറം ഹോം ഫിനാൻസ് ലിമിറ്റഡ് CEO സുവിൻ PS, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആശംസ സംസാരിച്ചു. ശാരീരിക അസുഖം മൂലം ബുദ്ധിമുട്ടുന്ന അർഹരായ ആളുകൾക്ക് സാമ്പത്തിക സഹായം എന്ന രീതിയിലാണ് മണപ്പുറം ഹോം ഫിനാൻസിന്റെ സഹായത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എനിക്ക് വളരെയേറെ സഹായമുണ്ട്. ഇന്ന് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ ഉടനീളം എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പല ദിവസവും പല പ്രദേശങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒന്നുകൂടെ കുറച്ച് കാണുന്നുള്ളെങ്കിലും ഒരു ദിവസം മണപ്പുറം ഫൗണ്ടേഷൻ കൊടുക്കുന്നത് 100-ലധികം ചികിത്സാ സഹായ പദ്ധതികളാണ് ഒരു ദിവസം. നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ മണപ്പുറം ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. തീർച്ചയായും അത് നമ്മുടെ സമൂഹത്തിന് വലിയ കരുതലും സംരക്ഷണവും നൽകുന്ന ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. ചാലക്കുടി പോട്ടയിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ 38 വയസ്സുള്ള ഉമിത്, 32 വയസ്സുള്ള രാധ എന്നിവരാണ് മരിച്ചത്. രാധയുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയതിന്റെ അടയാളങ്ങളുണ്ട്. വിഷം ഉള്ളിൽ ചെന്നാണ് ഉമിത്തിന്റെ മരണം. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവമെന്ന് കരുതുന്നു. സിംഗപ്പൂരിൽ ബിസിനസ്സുകാരായ തൊടുപുഴ സ്വദേശി സിജോയുടെ പോട്ടവാഴക്കുന്നിൽ ബംഗ്ലാവിലുള്ള ജോലിക്കാരായിരുന്നു ഇരുവരും. സിജോയുടെ ഔട്ട് ഹൗസിലായിരുന്നു ഇരുവരുടെയും താമസം. ഞായറാഴ്ച പല സമയത്തും ഇവിടെ നിന്നും ബഹളം കേട്ടിരുന്നു. തിങ്കളാഴ്ച ഇവർ ജോലിക്കെത്തിയില്ല. രാത്രിയായിട്ടും വീട്ടിൽ നിന്നും അനക്കം കേൾക്കാത്തതിനെ തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ വീട്ടിലെത്തി ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് ഇരുവരും മരിച്ചു കിടക്കുന്നത് കണ്ടത്. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷൻ SSLC+2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സർവീസിൽ നിന്ന് വിരമിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മഹിലാലിന് ആദരവും നൽകി. സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് KK സുൽഫി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫിറോസ് അധ്യക്ഷത വഹിച്ചു. ഉയർന്ന മാർക്ക് നേടി ഷിഹാന ഷെറിനി, സ്കൂൾ സെക്രട്ടറി VK അബ്ദുൾ റഹിമാൻ ആദ്യത്തെ മെമ്മോറിയൽ എൻഡോവ്മെന്റ് സമ്മാനിച്ചു. അഡ്മിനിസ്ട്രേറ്റർ അനീസ, അലുമിനി പ്രസിഡന്റ് ശ്രീവിദ്യ, PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ കൾച്ചറൽ സെന്ററിന്റെ ശിലാസ്ഥാപനം നടത്തി. തൃശൂർ പാർലമെന്റ് MPയും കേന്ദ്രമന്ത്രിയും കൂടിയായ സുരേഷ് ഗോപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാട്ടിക ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച കൾച്ചറൽ സെന്ററിന്റെ ശിലാസ്ഥാപനം നാട്ടിക പഞ്ചായത്ത് 2ാം വാർഡിൽ തൃശൂർ പാർലമെന്റ് MPയും കേന്ദ്രമന്ത്രിയും കൂടിയായ സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലാഗിരി മുഖ്യാതിഥിയായിരുന്നു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ PM സിദ്ദിഖ്, സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, വാർഡ് മെമ്പർമാരായ സജിനി ഉണ്ണിയാരം പുരക്കൽ,
സനി രാജു, PC മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, സിന്ധു സിദ്ധപ്രസാദ്, KK സന്തോഷ്, പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ ജെ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി റെജി കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. വിമർശനങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ജനാധിപത്യം ആശയങ്ങളോട് യോജിച്ചു പോയാൽ അവിടെയും ജനാധിപത്യമുണ്ട്. ആശയങ്ങൾ വിമർശിക്കപ്പെടേണ്ടതാണെങ്കിൽ എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ എതിർക്കണം. NES കോളേജും തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയും ചേർന്ന് 1200-ൽ 1200 മാർക്ക് നേടിയ KR ആര്യയെ ആദരിച്ചു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടി ഉജ്ജ്വല വിജയം കൈവരിച്ച വിദ്യാർത്ഥിനി ആര്യ K ആറിനെ തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെയും NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ ആദരിച്ചു. NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും നൽകി വിദ്യാർത്ഥിനിയെ അനുമോദിച്ചു. ആര്യയുടെ അസാധാരണ നേട്ടം തൃശൂർ ജില്ലയിൽ വിവിധ വിദ്യാഭ്യാസ രംഗത്തിന് അഭിമാനകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, NES കോളേജ് പ്രിൻസിപ്പൽ NC അനീജ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ലതിമോൾ MV, ശശിധരൻ V, സ്മിത NR, സജിത NP, അങ്കിത TS, ലിജിന J എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥിനിയുടെ കഠിനാധ്വാനവും സമർപ്പണവുമാണ് ഈ ഉജ്ജ്വല വിജയത്തിന് പിന്നിലെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. എരുമപ്പെട്ടി മങ്ങാട് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മതിലിൽ ഇടിച്ചു മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ചാവക്കാട് മുതുവട്ടൂർ ഏണി വീട്ടിൽ ഫിറോസ്, റഫിദ, ഫൈഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മാങ്ങാട് ചാത്തക്കുളം റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്നും ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിന് മറുവശത്തുള്ള വീട്ടുമതിൽ ഇടിച്ചു മറിയുകയായിരുന്നു. പ്രദേശവാസികൾ കാറിന്റെ മുൻവശത്തെ ചില്ല് തകർത്താണ് യാത്രക്കാരെ പുറത്തെടുത്തത്. കാറിന്റെ മുൻവശവും വീട്ടുമതിലും പൂർണ്ണമായും തകർന്നു. തൃശൂർ CSI പള്ളിക്കു സമീപം കാർ നിയന്ത്രണം വിട്ട് പറമ്പിലേക്ക് ഇടിച്ചു കയറി. പെട്രോൾ പമ്പിന് സമീപമുള്ള പറമ്പിലേക്കാണ് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. കാറിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുല്ലശ്ശേരി തടത്തിൻകര വീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. പെരുവല്ലൂർ കണ്ണൻകത്ത് സ്വദേശി ഊരുപറമ്പിൽ വിഷ്ണുവിന്റെ വീട്ടിലാണ് ആക്രമണം നടത്തിയത്. വിഷ്ണുവിന്റെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വിഷ്ണുവിന്റെ വീട്ടിൽ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന ശബ്ദം കേട്ട് യാതൊരു പ്രകോപനവുമില്ലാതെ മനോജ് വീട്ടിൽ കയറി ആക്രമണം നടത്തിയെന്നാണ് പരാതി. പാവറട്ടി SHO ആന്റണി ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം സേവാഭാരതിയുടെ 6ാമത് വാർഷിക പൊതുയോഗം നടത്തി. സേവാഭാരതി ആശ്രയ കേന്ദ്രത്തിൽ നടന്ന പൊതുയോഗത്തിൽ സേവാഭാരതി പ്രസിഡന്റ് മണികണ്ഠൻ കൂട്ടാല അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി VK അനന്തകൃഷ്ണൻ വാർഷിക റിപ്പോർട്ടും ബാബുരാജ് പോണത്ത് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ കാടുവെട്ടി, ജയശ്രീ അശോകൻ പഴൂർ, RSS ഗണ്ട് ബൗദ്ധിക് പ്രമുഖ് രാംദാസ് മാമ്പറത്ത്, സേവാഭാരതി ജില്ലാ സെക്രട്ടറി പ്രദീപ്, മീഡിയ കോർഡിനേറ്റർ മനോജ് കുമാർ ഇടശ്ശേരി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി രക്ഷാധികാരിയായി സുദീപിനെയും, പ്രസിഡന്റ് മണികണ്ഠൻ കൂട്ടാലയെയും, സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണൻ കാടുവെട്ടി, ട്രഷറർ ബാബുരാജ് പോണത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം.
ആശുപത്രിയുടെ താഴത്തെ നിലയിലുള്ള കെട്ടിടത്തിലേക്ക് പോകുന്ന കോറിഡോറിലെ സ്വിച്ച് ബോർഡിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പടർന്നത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്വിഷൻ ഉപയോഗിച്ച് തീയണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. തീപിടുത്തത്തെ തുടർന്ന് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പൂർണ്ണമായും കത്തിനശിച്ചു. രോഗികളെയും ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിനുള്ളിൽ പൂർണ്ണമായും പുക നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. കുന്നംകുളം ഫയർഫോഴ്സ് ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിജിത്തിനെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലൂർപ്പാടം വഴിയിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ പോകുന്നതിനിടെയാണ് അപകടം. പോസ്റ്റിൽ ഇടിച്ച സ്കൂട്ടർ അളകപ്പക പാർക്കിന്റെ കമ്പിവേലിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുത്തൂർ വെട്ടുകാട് കാരുകുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചന്ദനക്കുന്ന് സ്വദേശി തിരുവിട്ടവളവെട്ടിൽ ദിലീപിന്റെ മകൻ 14 വയസ്സുള്ള ശിവാനന്ദനാണ് മരിച്ചത്. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപകടത്തിൽപ്പെട്ട ഉടൻ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ചെമ്പൂക്കാവ് മൃഗശാലയിൽ പാർപ്പിച്ചിരുന്ന 15 വയസ്സ് പ്രായമുള്ള ആകാശ് എന്ന സിംഹം ചത്തു. പ്രായാധിക്യം മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സിംഹം 2 ആഴ്ചയായി കേരള വെറ്റിനറി ആൻഡ് സയൻസ് കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചികിത്സയിലായിരുന്നു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ട റോഡിൽ വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഷീറ്റിൽ തട്ടി KSRTC ബസിന്റെ ചില്ല് തകർന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും ആലുവയിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടയിൽ റോഡരികിലെ കച്ചവട സ്ഥാപനത്തിന്റെ ഇരുമ്പ് കൊണ്ടുള്ള സൺഷൈഡ് ഷീറ്റിൽ തട്ടിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് പാമ്പുകടിയേറ്റു. പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർ ശ്രേയയ്ക്കാണ് പാമ്പുകടിയേറ്റത്. കാർ പാർക്കിങ്ങിൽ വെച്ച് കാലിലാണ് കടിയേറ്റത്. കാർ പാർക്ക് ചെയ്ത ശേഷം ഇറങ്ങുമ്പോഴായിരുന്നു സംഭവം. കടിയേറ്റതിന് പിന്നാലെ സഹപ്രവർത്തകരായ ഡോക്ടർമാരും ജീവനക്കാരും ചേർന്ന് ശ്രേയയെ അടിയന്തര ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെ പ്രത്യേക വാർഡിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സെയിൽസ്മാൻ ജോലിയിൽ നിന്ന് ലഹരിക്കടത്തിലേക്ക് വഴിമാറിയ വയനാട് സ്വദേശി കോടന്നൂരിൽ ഹാഷിഷ് ഓയിലുമായി പിടിയിൽ. തൃപ്രയാർ ക്ഷേത്ര നഗരിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം. നാട്ടിക MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായകമായ തീരുമാനം. പെരിഞ്ഞനം കുറ്റംകുളത്തെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് പുല്ലാരി മൂക്കനെ പിടികൂടി. മണപ്പുറം ചികിത്സാ സഹായ പദ്ധതിയുടെ ഭാഗമായി 200ഓളം ഗുണഭോക്താക്കൾക്ക് കൈത്താങ്ങായി മണപ്പുറം ഫൗണ്ടേഷൻ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.